പെട്ടെന്നാണ് ഭീകരന്മാർ എന്ന് ഒരു സൈനികൻ ഉറക്കെ അലറുന്നത്. എല്ലാവരും ഉണർന്നെണീറ്റ് തോക്കുകൾ കയ്യിലേന്തി. സൈനികൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് തുരുതുരാ വെടിയുതിർത്തു. അവർക്കൊപ്പം ചേർന്ന് ഞാനും കുറേ നിറയൊഴിച്ചു. മുന്നോട്ടു പോയി നോക്കുമ്പോഴാണ് അബദ്ധം സംഭവിച്ച കാര്യം തിരിച്ചറിയുന്നത്. ഒരു ഭീകരവാദിയെയും കണ്ടില്ല അവിടെ. പകരം 2 കുട്ടികളുടെ മൃതശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 8ഉം 10ഉം പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ. ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്നു. 4 പാടും വെടിയുണ്ട പതിച്ച അടയാളങ്ങളുണ്ട്. കുറച്ചു കഴിഞ്ഞ് കമ്പനി കമാൻഡർ വന്ന് ഒരു മനുഷ്യത്വവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞു: ഇത് അവരുടെ മാത്രം പിഴവാണ്. ഭീകരരെ വകവരുത്താനായി ഓപ്പറേഷൻ പ്രഖ്യാപിച്ച മേഖലയിലേക്കാണ് അവർ കടന്നത്. യുദ്ധം ഇങ്ങനെയൊക്കെയായിരിക്കും. പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ഹാരിറ്റ്സിനോട് ഒരു സൈനികൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ പങ്കാളിയായ യോനി. അത്തരത്തിൽ നിരവധി പേരോട് സംസാരിച്ച ഹാരിറ്റ്സ് കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഗസയിലെ ക്രൂരതകളുടെ മാനസികാഘാതത്തിൽ കഴിയുന്ന, കടുത്ത മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി IDF അംഗങ്ങളുടെ അനുഭവമാണത്. കടുത്ത മാനസിക സംഘർഷത്തിലും കൊടും ക്രൂരതകളിൽ പങ്കുപറ്റിയതിന്റെ കുറ്റബോധത്തിലുമാണ് അവരെല്ലാം കഴിയുന്നത്. പലരും സൈനിക സേവനം തന്നെ ഉപേക്ഷിച്ചു. ചിലർ യുദ്ധമേഖലയിൽ നിന്ന് മറ്റു വിഭാഗത്തിലേക്ക് മാറി. നിരവധി പേർ ഇപ്പോഴും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്നു. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. കഴിഞ്ഞ മെയ് മാസമാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ചകൾക്ക് യോനി സാക്ഷിയാകുന്നത്. അന്നത്തെ സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും തന്റെ കൺമുന്നിൽ നിന്ന് മായുന്നില്ലെന്ന് പറയുന്നു യുവാവ്. ആ ദിവസം തന്നെ മാനസികാരോഗ്യ വിദഗ്ധനെ കാണണമെന്ന് യോനി കമാൻഡറോട് ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണെങ്കിലും കമാൻഡർ ആവശ്യം അംഗീകരിച്ചു. ഡോക്ടറോടെല്ലാം വിശദമായി സംസാരിച്ചു. ധാർമ്മികമായ മുറിവ് എന്നാണ് ഈ മാനസികാവസ്ഥയെ ഡോക്ടർ വിശേഷിപ്പിച്ചത്. നമ്മുടെ മനസാക്ഷിക്കും മൂല്യങ്ങൾക്കും പൊറുക്കാത്ത തരത്തിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ. യുദ്ധമേഖലയിലേക്ക് ഇനി തിരിച്ചു പോകരുതെന്നാണ് അന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത്. അങ്ങനെ സൈന്യത്തിലെ സപ്പോർട്ട് റോളിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ആ സംഭവ വികാസങ്ങളുടെ ഫ്ലാഷ് ബാക്കുകൾ ഇപ്പോഴും എന്നെ വിട്ടുപോകുന്നില്ല. ആ കുട്ടികളുടെ മുഖങ്ങൾ എൻ്റെ കണ്ണുകളിൽ മിന്നുമായിരുന്നു. അതിനി ഒരു കാലത്തും തനിക്ക് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് യോനി. സഹായ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരെ കൊല ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്ന് സൈനികർ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ആളുകളെ നിയന്ത്രിക്കാനായി ഒരു പോയിന്റ് നിർണയിച്ചിട്ടുണ്ട്. അതിനപ്പുറം കടക്കുന്നവരെ വെടിവെക്കാനാണ് നിർദ്ദേശം. നാട്ടുകാർ പക്ഷേ ആ സ്ഥലം ശ്രദ്ധിക്കാനിടയില്ല. എങ്ങനെയെങ്കിലും കിട്ടുന്ന ഭക്ഷണപ്പൊതി കൈക്കലാക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാവും അവർ. എന്നാൽ ആ പോയിന്റ് കടന്നാൽ നമുക്ക് അവരെ ഷൂട്ട് ചെയ്യാം. അവരെ വെടിവെക്കാൻ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവും പിന്നാലെ വരും. ഇത് എലിയും പൂച്ചയും കളി പോലെയാണ്. അവരെ വിളിച്ചു വരുത്തി കൊല ചെയ്യുന്ന പരിപാടി. ഒരു ദിവസം എത്ര പേരെയാണ് ഞാൻ കൊന്നിട്ടുള്ളതെന്നതിന് ഒരു കണക്കുമില്ല. എണ്ണമറ്റ ആളുകളെ വെടിവെച്ചിട്ടുണ്ട്. കുട്ടികളുമുണ്ട് ആ കൂട്ടത്തിൽ. ഒരു സൈനികൻ ഹാരിറ്റ്സിനോട് തുറന്നു സമ്മതിച്ച കാര്യങ്ങളാണിതെല്ലാം. അവരെ കൊല്ലാൻ മനസ്സ് സമ്മതിക്കില്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് പാലിക്കാതെ നിർവാഹമില്ലെന്നും ആ സൈനികൻ പറയുന്നുണ്ട്. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ കമാൻഡർ പിന്നിൽ നിന്ന് അലറും. അത് കുട്ടികളാണെന്നോ സ്ത്രീകളെന്നോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ലെന്നും സൈനികൻ പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ നേഹൽ ബ്രിഗേഡിൽ അംഗമായിരുന്ന ബെന്നിയുടെ വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്നതാണ്. ഗസയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയിട്ടും അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും നിരന്തരം വേട്ടയാടുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സ് മുഴുവൻ. എന്തെങ്കിലും ദുർഗന്ധമടിച്ചാൽ ശവശരീരങ്ങളാണ് ഓർമ്മയിൽ വരിക. രാവും പകലും ഇതുതന്നെ ചിന്ത. ചിലപ്പോൾ കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. രാത്രി 5ഉം 6ഉം തവണയൊക്കെ ഞെട്ടിയുണരും. ഞാൻ വെടിവെച്ചു കൊന്നവരുടെയെല്ലാം മുഖങ്ങൾ മനസ്സിൽ തെളിയും. ഒരിക്കൽ സ്വന്തം കുടുംബത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു ആ വെളിപ്പെടുത്തൽ. സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും സുരക്ഷയൊരുക്കുക എന്ന ദൗത്യവുമായാണ് നമ്മൾ സൈന്യത്തിൽ ചേരുന്നത്. എന്നാൽ അതൊരബദ്ധമാണെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. സൈനിക മേധാവിമാരെയും സർക്കാരിനെയും ഒരാളെയും എനിക്കിപ്പോൾ വിശ്വാസമില്ല. എത്രയും പെട്ടെന്ന് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സ് നിറയെ ആ ചിന്ത മാത്രമേ ഉള്ളൂവെന്നും ബെന്നി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗസ ഓപ്പറേഷനിൽ നിന്ന് ഇടവേളയെടുത്ത് ജെറുസലേമിലെ കുടുംബത്തെ കാണാൻ പോയ അനുഭവം അഹറോൺ എന്നൊരു സൈനികൻ വെളിപ്പെടുത്തുന്നുണ്ട്. നാട്ടിൽ ചെന്ന യുവാവ് പക്ഷേ ദിവസങ്ങളോളം സ്വന്തം മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പുറത്തിറങ്ങിയത്. പുറത്ത് ഉച്ചത്തിലുള്ള എന്ത് ശബ്ദം കേട്ടാലും, കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ പോലും ഉള്ളിൽ ആന്തലാണ്. അവധി കഴിഞ്ഞ് സൈന്യത്തിൽ തിരിച്ചെത്തിയപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് മേലധികാരികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് എന്താണ് പ്രശ്നമുള്ളത്, ഡ്യൂട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയായിരുന്നു കമാൻഡർ ചെയ്തത്. ഇസ്രായേലി ജനതയെ വഞ്ചിക്കുകയാണോ എന്ന് തുടങ്ങുന്ന കുത്തുവാക്കുകളുമായി വേട്ടയാടി.
ഇതിനുശേഷം തൊട്ടടുത്തുണ്ടായ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് പാൻസിൽ മൂത്രമൊഴിച്ചു പോയ അനുഭവവും പറയുന്നുണ്ട് ഉദ്യോഗസ്ഥൻ. ഒടുവിൽ മേധാവിക്ക് മുന്നിൽ കരഞ്ഞു കാലുപിടിച്ച് ഗസ ഓപ്പറേഷനിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കടുത്ത മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ആയിരക്കണക്കിന് പേർ സൈനിക സേവനം നിർത്തിയതായാണ് ഇസ്രായേൽ മാൻപവർ വകുപ്പ് പറയുന്നത്. എന്നാൽ സൈന്യവും സർക്കാർ വകുപ്പുകളും ദിവസവും പുറത്തുവിടുന്ന കണക്കുകളൊന്നുമല്ലെന്നാണ് സൈനികർ ഹാരിറ്റ്സിനോട് വെളിപ്പെടുത്തിയത്. തന്റെ യൂണിറ്റിൽ മാത്രം അനേകം പേർ സൈനിക സേവനം ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് പോയെന്നാണ് ഒരു സൈനികൻ പറഞ്ഞത്. മാനസിക പ്രശ്നങ്ങൾ കാരണം സർവീസ് വിടുന്നവർ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പോലെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ദിവസവും ഓരോ സൈനികർ മേലുദ്യോഗസ്ഥന് മുന്നിലെത്തി ട്രാൻസ്ഫറിന് വേണ്ടി കെഞ്ചുന്നത് കാണാമെന്ന് മറ്റൊരു സൈനികൻ വെളിപ്പെടുത്തി. കാര്യങ്ങൾ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനാകാത്ത വിധം മാനസികമായി തകർന്നിരിക്കുകയാണ് എല്ലാവരുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഗസയിൽ ഓപ്പറേഷന്റെ ഭാഗമാകാൻ വിസമ്മതിക്കുന്ന സൈനികരെ ജയിലിലടച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയും അടുത്തിടെ വ്യാപകമായിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥിരം സൈനികരായ 23 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായി ഹാരിറ്റ്സ് റിപ്പോർട്ടിൽ പറയുന്നു. ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് ഭയന്ന് പലരും നിൽക്കക്കള്ളിയില്ലാതെ ഗസയിൽ തന്നെ തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.